വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു 2 ഡേയ്സ് മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കൊരു Q&A വീഡിയോ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ ഒരു 56-നടുത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അത് കട്ട് ചെയ്തിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഒരു തവണ നമ്മൾ ആൻസർ ചെയ്യാം, അങ്ങനെ രീതിയിൽ കൗണ്ട് ചെയ്തപ്പോൾ അറൗണ്ട് ഒരു 40 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനൊക്കെ ഒരു റിപ്ലൈ ഉള്ള വീഡിയോ, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു Q&A വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇതുപോലൊരു ബുക്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസാണ്, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മൊത്തം ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി വായിച്ചിട്ട് ഞാൻ എന്തായാലും ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ എവിടെ വീടെന്ന് ചോദിച്ചിട്ടുണ്ട്. തൃശ്ശൂർ എൻ്റെ വീട് പാലക്കലാണ്. എന്നെ കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്നത് അമ്മടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ എവിടെ വീടെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ ഹെൽത്ത് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹെൽത്തൊക്കെ ഓക്കെയാണ്, ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല, സുഖമായിട്ടിരിക്കണു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അടുത്ത സ്കാനിങ് ടൈം എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 6 മന്ത് റണ്ണിങ് ആണ്. 6 മന്തിൽ സ്കാനിങ് ഇല്ല, ചെക്കപ്പാണ് പറഞ്ഞിരിക്കുന്നത്. 7th മന്തിലായിരിക്കും മേ ബി ഇനി സ്കാനിങ് ഉണ്ടാവുക. സ്കാനിങ്ങിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 6th മന്തിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോഴായിരിക്കും പറയലുണ്ടാവുക. 6th മന്തിൻ്റെ ചെക്കപ്പ് കഴിഞ്ഞാലായിരിക്കും 7th മന്തിലുള്ള സ്കാനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയലുണ്ടാവുക എന്ന് വിചാരിക്കും. എത്ര മന്തായി എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ കറൻ്റ്ലി 6th മന്ത് റണ്ണിങ് ആണ്. 6th മന്ത് സെപ്റ്റംബർ 1 എനിക്ക് 7th മന്ത് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ബേബി ഷവർ പ്ലാൻ ചെയ്തോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബേബി ഷവർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ലീവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ വേണം. അപ്പോൾ അത് ഇങ്ങനെ പ്ലാനിങ് ആണ്. നമ്മളെന്തായാലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, കിടക്കുമ്പോൾ സൈഡ് ചെരിഞ്ഞ് കിടക്കും, ബട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ മലർന്ന് കിടക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മലർന്ന് കിടന്നാൽ? ബേബിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് ഡോക്ടേഴ്സും അതുപോലെ എല്ലാവരും അഡ്വൈസ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കാനാണ് പറയുക. എപ്പോഴും ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും പ്രിഫർ ചെയ്യുക. കാരണം പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡും ചെരിഞ്ഞ് കിടക്കാം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 15 മിനിറ്റ്സൊക്കെ ഒന്ന് മലർന്ന് കിടക്കണോണ്ട് വിരോധമില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം ഞാൻ കിടക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല. എപ്പോഴും ഇങ്ങനെ 2 സൈഡ് ചെരിഞ്ഞ് കിടക്കുമ്പോൾ എനിക്ക് അത് കംഫർട്ടബിൾ അല്ല. ഞാൻ ഇടയ്ക്ക് മലർന്ന് കിടക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ബേബിക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ അതർവൈസ് ഇറ്റ്സ് ഓക്കെ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഏത് ബേബി വേണമെന്നാണ് ആഗ്രഹം, ബോയ് ഓർ ഗേൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഏത് ബേബി ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ബേബി എൻ്റെ ആണല്ലോ. അപ്പോൾ ഏത് ബേബി ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ബോയ് വേണം ഗേൾ വേണം അങ്ങനെയൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫുഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ഫുഡും എന്താ പറയുക, ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എല്ലാ ഫുഡും എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഞാൻ ഒരുവിധം എല്ലാം കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് പിന്നെയും കുറച്ചും കൂടെ ഒരു ഇത് കാണിക്കാറുള്ളത് ഈ എന്താ പറയുക, വെജിനോടൊക്കെ ഒരു താല്പര്യമുണ്ട്. പിന്നെ അതുപോലെ ചിക്കൻ വെക്കണത് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത്, ഹൗ ഡു യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് വിത്ത് ഹൗസ് ഹോൾഡ് വർക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പണിയൊന്നും എടുക്കാറില്ല. അതിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവിടെ ചേട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ചെയ്യണത് മമ്മിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ചെയ്യണത് എൻ്റെ അമ്മയാണ്. അപ്പോൾ 2 വീട്ടിലും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. ഫുഡ് കഴിക്കുക ഉറങ്ങുക ഇത് തന്നെയാണ് എൻ്റെ മെയിൻ റുട്ടീൻ. പക്ഷെ അങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല. ഇടയ്ക്ക് കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഞാൻ എൻ്റെ ഈ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പിന്നെ പണികളൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. വാഷിംഗ് ഉണ്ടാവും, അതിപ്പോൾ വാഷിംഗ് മെഷീനിലാണല്ലോ. അല്ലാതെ വേറെ ഒന്നും ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ
എല്ലാം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കണത്. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിലും കാര്യമായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. ഫുഡ് കഴിച്ച പ്ലേറ്റ് കഴുകി വയ്ക്കും, അല്ലാതെ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഷുഗറാണോ സോൾട്ടാണോ താല്പര്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഷുഗർ ക്രേവിങ്സ് ആണോ സോൾട്ട് ക്രേവിങ്സ് ആണോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. എനിക്ക് ഈ സോൾട്ട് സ്പൈസിയൊക്കെയാണ് എനിക്ക് താല്പര്യം. എനിക്ക് ഷുഗറിനോട് വലിയ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കഴിക്കില്ല എന്നല്ല, കഴിക്കും, പക്ഷേ എനിക്ക് കൂടുതലിങ്ങനെ എരിവ് പുളി ഉപ്പൊക്കെയുള്ള ഫുഡിനോടാണ് എനിക്ക് താല്പര്യം കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ട് ട്വിൻസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ട്വിൻസ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ട്വിൻസ് ആണെന്ന് തോന്നുന്നത്? ട്വിൻസ് ആണെന്ന് തോന്നാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ? ട്വിൻസ് അല്ല, എനിക്ക് ഒരു ബേബി ഉള്ളൂ കേട്ടോ, ട്വിൻസ് ഒന്നുമല്ല. ട്വിൻസ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ബേബി മൂമെൻറ്റ്സ് എപ്പോഴാണ് അറിയാൻ പറ്റി തുടങ്ങിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും പറയും സ്റ്റാർട്ടിങ് ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ ഒരു 5th മന്ത് ഒരു എൻ്റെ ആവാറാകുമ്പോഴായിരിക്കും അറിയാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് 4th മന്ത് തൊട്ടേ എനിക്ക് ചെറുതായിട്ട് അനക്കമൊക്കെ ഉണ്ട് കേട്ടോ. 4th മന്ത് ലാസ്റ്റ്, അതായത് 4th മന്ത് സ്റ്റാർട്ടിങ് അല്ല, 4th മന്ത് എൻ്റെ ഒക്കെ ആയപ്പോഴത്തേനും 5th മന്ത് സ്റ്റാർട്ടിങ് ആവുന്ന ഒരു ടൈം തൊട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു തുടിപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നല്ല അനക്കായി കേട്ടോ. അപ്പോൾ അപ്പോഴാണ് എനിക്ക് അറിഞ്ഞു തുടങ്ങിയത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഹൗ ഡു യു മാനേജ് യുവർ പൊസിഷൻ വൈൽ സ്ലീപ്പിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ലീപ്പിങ്ങിൽ പൊസിഷൻ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒന്ന് എന്താ പറയുക, നമ്മുടെ മൈൻഡിൽ എപ്പോഴും, അതായത് ഇപ്പം പ്രഗ്നൻ്റ് ആയപ്പോൾ എൻ്റെ മൈൻഡിൽ എപ്പോഴും പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ കിടക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും നിൽക്കുമ്പോഴായാലും ആ ഒരു തോട്ടം നമ്മുടെ മൈൻഡിലുണ്ടാവും. പക്ഷേ നല്ല ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ നല്ല ഉറക്കത്തിലോട്ട് നമുക്ക് അറിയില്ലല്ലോ. ചിലപ്പോൾ ഞാൻ നേരെ കിടക്കണുണ്ടാവും, ചിലപ്പോൾ ചെരിഞ്ഞ് കിടക്കണുണ്ടാവും. പിന്നെ ഇപ്പം ചേട്ടൻ അവിടെ ആയതുകൊണ്ട് തന്നെ ഈ ബെഡ് ഫുള്ള് ഞാനാണ് കിടക്കാറുണ്ട്. അപ്പം ഫുൾ പില്ലോ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ കിടക്കണത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സ്ലീപ്പ് ചെയ്യുന്ന ടൈമിൽ പൊസിഷൻ മാനേജ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ കിടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞിട്ടാണ് കിടക്കാറുള്ളത്. രാവിലെ ഞാൻ എണീക്കുന്ന ടൈമിലും ഞാൻ ഒന്നില്ലെങ്കിൽ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കിടക്കാറുള്ളത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ നൈറ്റ് എണീക്കുമല്ലോ യൂറിൻ പാസ് ചെയ്യാനൊക്കെ, അപ്പോൾ ആ ടൈമിൽ ചിലപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ മലർന്ന് കിടക്കുന്നതാണ്. പക്ഷേ അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ട് പ്രഗ്നൻസി ടൈം ഫുഡ് റുട്ടീൻ എന്താ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രഗ്നൻസി ടൈം ഫുഡ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട്. ഇനിയും ചെയ്യാം കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ട് മോൾക്ക് ബോയിനെയാണോ ഗേളിനെയാണോ ഇഷ്ടം ചോദിച്ചിട്ടുണ്ട്. നേരത്തെ വന്ന ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ബോയ് ആയാലും ഗേളായാലും എനിക്ക് വിരോധമൊന്നുമില്ല. ഏതായാലും എൻ്റെ ഉണ്ണിയാണല്ലോ, അപ്പോൾ ഏത് ഉണ്ണിയായാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഗർഭകാലത്ത് ഏത് ഭക്ഷണമാണോ ചേച്ചിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇഷ്ടപ്പെടാത്തത് എന്ന് പറയുന്നത് ഈ ചിക്കൻ വെച്ചത്, ഫിഷ് വെച്ചത്, ബീഫ് വെച്ചത്, ഇതിനോടൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇതൊക്കെ വറുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പൊക്കോളൂ, പക്ഷെ വെച്ചതാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഇഷ്ടഭക്ഷണമാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൂന്നുമാണ് ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു കാറ്റഗറിയിലുള്ളൂ. ബാക്കി എന്ത് തന്നാലും ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഹൗ ഡു യു മാനേജ് യുവർ യൂട്യൂബ് ചാനൽ ഡ്യൂറിങ് യുവർ പ്രഗ്നൻസി ടൈം എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രഗ്നൻസി ടൈമിൽ യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ വേറെ വർക്കൊന്നും ചെയ്യണില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇഷ്ടം പോലെ സമയം എനിക്ക് കൂടുതലാണ്. അതുകൊണ്ട് എങ്ങനെ എന്താ പറയുക, എങ്ങനെ സമയം കളയാം എന്ന് ചിന്തിക്കുന്നത് ഞാൻ ഈ യൂട്യൂബുള്ളത് കൊണ്ടാണ് കേട്ടോ. യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഈ വീഡിയോ എടുക്കലും മെഡിറ്റേലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ടൈം എനിക്ക് അങ്ങനെ പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല, വെറുതെ ഇങ്ങനെ കിടക്കലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് മാനേജ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. കാരണം ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കണോണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യണില്ല, ഫുൾ ടൈം ഫ്രീ ആണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ യൂട്യൂബ് ചാനലിൽ ചെയ്യണത് എനിക്കൊരു എൻ്റർടൈൻമെൻറ്റാണ്. ഓക്കെ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ക്യാൻ യു പ്ലീസ് ഷെയർ എനി ഗുഡ് എക്സസൈസ് ഫോർ റെഡ്യൂസിങ് പ്രഗ്നൻസി പീരിയഡ് ബാക്ക് പെയിൻ. അത് ഞാൻ എന്തായാലും ചെയ്യാം, കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രഗ്നൻസി ടൈം സ്റ്റാർട്ടിങ് തൊട്ടേ എനിക്കുള്ള ഒരു സംഭവമാണ് ഈ ബാക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ കുറേ മെത്തേഡ് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം എന്ന് പറയുന്നത്. പ്രഗ്നൻസി ടൈമിൽ ഹെൽത്തി ഫുഡ് എന്തൊക്കെയാണ് കഴിക്കണേന്ന് ചോദിച്ചിട്ടുണ്ട്. ഹെൽത്തി ഫുഡ് എന്ന് പറയാൻ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ
എല്ലാവരും കഴിക്കുന്നുണ്ടാവില്ല, അത് ഞാനും കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 3rd മന്തിൽ NT സ്കാനിൻ്റെ റിപ്പോർട്ടിൽ ബേബിക്ക് വെയിറ്റ് കുറവാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഡെയിലി നമ്മുടെ ഈ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് അത് കഴിക്കുന്നുണ്ട്. അതുപോലെ ഒരു പുഴുങ്ങിയ മുട്ട, പിന്നെ പാല് 2 നേരം അങ്ങനെ അതും കഴിക്കുന്നത്. അതാണ് ഞാൻ ഡെയിലി ടേക്ക് ചെയ്യുക, അതായത് ഡെയിലി ഇൻടേക്ക് ചെയ്യണത് അതാണ് കേട്ടോ. പിന്നെ ഉണക്കമുന്തിരി എന്താ പറയുക, വെള്ളത്തിലിട്ടിട്ട് അത് കുതിർത്ത വെള്ളം രാവിലെ ആ വെള്ളവും ആ മുന്തിരിയായിട്ട് നമ്മൾ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറും. അപ്പോൾ അതും ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഡെയിലി എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ അംഗനവാടിയിൽ നിന്ന് നമുക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ നമ്മൾ ഫോമും കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് അവർ ഇങ്ങനെ നുറുക്ക് ഗോതമ്പ്, ചെറുപയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തരും. അപ്പോൾ അത് വെച്ചിട്ട് അത് നമ്മുടെ അടുത്ത് കഴിക്കാൻ പറയും. അതിപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ്, പിന്നെ ഇലക്കറികൾ, ഇതൊക്കെ ഡെയിലി കഴിക്കുന്നുണ്ട് കേട്ടോ, ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ കുഞ്ഞു ഫിഷ്, ഇതൊക്കെ എല്ലാവരും നോർമൽ, അല്ലാതെ പ്രത്യേകിച്ച് വേറെ അങ്ങനെ ഒന്നും, ഇതൊക്കെ തന്നെയാണ് എല്ലാവരും കഴിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ ഒരു ചോദ്യം, പ്ലാസൻ്റ പൊസിഷൻ ഓക്കെ ആയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലാസൻ്റ പൊസിഷൻ ഓക്കെ ആയിട്ടൊന്നുമില്ല, ഇപ്പോഴും താഴെ തന്നെയാണ്, പോസ്റ്റീരിയറാണ്. എൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ റെസ്റ്റ് തന്നെയാണ്, പക്ഷേ അതെന്തൊക്കെ മുകളിലേക്ക് ആവാത്തതെന്നുള്ളത് അറിയില്ല. ചിലർക്ക് അങ്ങനെ ആയിരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അത് ഇനിയിപ്പോൾ 7th മന്തിലെ സ്കാനിങ്ങിൽ അറിയാൻ പറ്റും മാറ്റമുണ്ടോ എന്താണെന്നുള്ളത് കേട്ടോ. പിന്നെ ഡ്യൂ ഡേറ്റ് പറഞ്ഞോ, പേടിയുണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഡ്യൂ ഡേറ്റ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്കാനിങ് റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് December 7th ഡെലിവറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. December 7. പക്ഷേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവില്ല എന്നുള്ളത് അറിയില്ല കേട്ടോ. അടുത്ത സ്കാനിങ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ കറക്റ്റഡ് EDD വരുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ലാസ്റ്റ് അനോമലി സ്കാനാണ് കഴിഞ്ഞത്. അത് പ്രകാരം December 7th ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പേടിയുണ്ടോ ചോദിച്ചിട്ടുണ്ട്. പേടി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ലേ ഉള്ളൂ, ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ച് നോക്കുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ട്. പക്ഷേ പേടി ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും ബേബിനെ പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ പിന്നെ എന്തായാലും ഡെലിവറി നടന്നേ പറ്റുള്ളൂ. അപ്പോൾ പേടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ജോബ് എന്തെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ ബാംഗ്ലൂരത്തെ ജോബ് റിസൈൻ ചെയ്തപ്പോൾ പിന്നെ ഞാൻ ജോബൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ബേബിയൊക്കെ ഒന്ന് സെറ്റായിട്ട് മതി എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ വോമിറ്റിംഗ് ഉണ്ടോ ഇപ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. വോമിറ്റിംഗ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങുള്ള അത്ര ഇല്ല, എന്നാലും ഇടയ്ക്കും തലയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ആദ്യത്തെ അത്ര ബുദ്ധിമുട്ടിപ്പില്ല. പിന്നെ 7th മന്ത് സെറിമണി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 7th മന്ത് സെറിമണി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബറിലാണ്. September 8 നമ്മൾ 7 മാസത്തെ ചടങ്ങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ബാംഗ്ലൂരാണോ നാട്ടിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ നാട്ടിലാണ്, പിന്നെ ബാംഗ്ലൂർക്ക് പോയിട്ടില്ല. പ്രഗ്നൻ്റ് ആയപ്പോൾ ബാംഗ്ലൂർക്ക് ജോബ് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നതാണ്. അതിനുശേഷം പിന്നെ ബാംഗ്ലൂർക്ക് പോയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ബേബിയൊക്കെ ആയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം. അങ്ങനെ പിന്നെ പ്രഗ്നൻസി ടൈമിൽ വോമിറ്റിംഗ് ഉണ്ടായിരുന്നോ, വോമിറ്റിംഗ് ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രഗ്നൻസി ടൈമിൽ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മന്തിൽ അത്ര വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷേ 2nd, 3rd, 4th വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. നല്ല വോമിറ്റിംഗ് ആയിരുന്നു. പിന്നെ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടാണ് എനിക്ക് വോമിറ്റിംഗ്, ഒരു ഗ്യാപ്പ് ഇല്ലാണ്ടായിരുന്നു വോമിറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അത് മാറാനായിട്ട് എന്തെങ്കിലും, ഞാൻ ആദ്യമൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൗത്തിൽ ആ സ്മെല്ല് എനിക്കത് ബുദ്ധിമുട്ടാണ്, എനിക്കത് പറ്റില്ല. അപ്പോൾ ഞാൻ ഓടിപ്പോയി അപ്പം തന്നെ ബ്രഷ് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. അതായത് ഞാൻ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. നമ്മളിപ്പോൾ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഈ പേസ്റ്റ് വെച്ചിട്ട് ബ്രഷ് പല്ലിൽ യൂസ് ചെയ്ത് പല്ല് തേക്കാന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല. അതായത് നമ്മുടെ പല്ലിലുണ്ടാകുന്നൊരു കോട്ടിങ്ങില്ലേ, അതിന് പ്രോബ്ലം ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ബ്രഷ് ചെയ്യാറില്ല. നല്ല രീതിയിൽ വായിൽ വെള്ളം പിടിച്ച് ഗാർഗിൾ ചെയ്ത് കളയുക, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്തോ കഴിക്കാൻ തോന്നണമെന്ന് വെച്ചാൽ കഴിക്കാണ്ടിരിക്കാൻ പാടില്ല. അതുപോലെ നല്ല പോലെ വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ വോമിറ്റിംഗ് ഒഴിവാക്കാൻ വേറെ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി നീരിൽ ഇങ്ങനെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് കുടിക്കാറുണ്ട്. അപ്പോൾ വോമിറ്റിംഗ് മാറും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇവിടെ അമ്മാമ്മയൊക്കെ പറയണതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്വാസം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറെ മെഡിസിൻസ് എടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ.
അങ്ങനെ പിന്നെ ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെയാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് പ്രഗ്നൻസി ടൈമിലെ മൂഡ് സ്വിങ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. പ്രഗ്നൻസി ടൈമിൽ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു പ്രശ്നമായിരുന്നു. എനിക്കത് ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ അങ്ങനെ മൂഡ് സ്വിങ്സോ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഉണ്ടായിരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നല്ല നല്ല മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ആഗ്രഹിച്ച സാധനം എനിക്ക് കിട്ടാൻ വേണം, ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വാശി, ദേഷ്യം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് മൊത്തം എൻ്റെ ചേട്ടനാണ് കേട്ടോ. കാരണം ആ ടൈമിൽ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫോർത്ത് മന്തൊക്കെ കംപ്ലീറ്റ് ആവാറായപ്പോഴാണ് ചേട്ടൻ പിന്നെയും ബാംഗ്ലൂർക്ക് പോയത്. അത്ര നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് ഭയങ്കര പണിയായിരുന്നു എന്നെ നോക്കാമെന്ന് പറയുന്നത്. കാരണം എന്നിങ്ങനെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും, എന്നിട്ട് അതെനിക്ക് കിട്ടാൻ വേണം. അങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് അപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ മൂഡ് സ്വിങ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, യൂസ്ഫുൾ മെറ്റേണിറ്റി വെയേഴ്സിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ചെയ്യാം. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഓൺലൈൻ ത്രൂ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരാനുണ്ട്. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഓർഡർ ചെയ്ത് കിട്ടിയതുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച്, അല്ലെങ്കിൽ ഞാനിങ്ങനെ പാർട്ടായിട്ട് കൊണ്ടുവരും. അപ്പോൾ എല്ലാം കൂടി കിട്ടിയിട്ട് എന്തായാലും അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് പ്രഗ്നൻസി ടൈമിലെ സ്കിൻ കെയർ എന്തൊക്കെയാണ് ചെയ്യാറെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്യാറില്ല, പക്ഷേ ഞാൻ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കഴുത്തിന് ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്ക് കളർ, ഡിസ്കളറേഷൻ, പിഗ്മെൻറ്റേഷനൊക്കെ വരും. അത് നമ്മൾ എന്തൊക്കെ നോക്കിയാലും ഈ എന്താ പറയുക ഹോർമോണൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന അയൺ ടാബ്ലറ്റിൻ്റെ ഇത് കാരണം അങ്ങനെയൊക്കെ വരുന്നതാണ്. അത് പ്രഗ്നൻസി കഴിഞ്ഞാൽ കുറേ പേർക്ക് മാറും, ചിലർക്ക് മാറാറില്ല. അപ്പോൾ ഒരു പരിധി വരെ നമുക്കത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വരുന്നത് കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യാറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ഞളിൽ വെളിച്ചെണ്ണ, നമ്മൾ സാധാ പച്ച വെളിച്ചെണ്ണയിൽ മഞ്ഞൾ ചാലിച്ചിട്ട് കഴുത്തിലും മുഖത്തൊക്കെ തേക്കണം, നല്ലത്. അപ്പോൾ കളറ് കുറയണ പോലെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മൾ ഹെയർ കെയർ ഒക്കെ നമ്മൾ ഡെയിലി ചെയ്യണം. ഡെയിലി ഓയിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും വീക്കിലി ഒരു 3 ദിവസം 2 ദിവസമായിട്ട് ഓയിൽ ചെയ്ത് വാഷ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷാമ്പു യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അത് ഞാനിപ്പം നിർത്തി. കാരണം മുടി ഭയങ്കര കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്യൽ നിർത്തിയിട്ട് ഇപ്പോൾ മറ്റേ പ്രകൃതിദത്തമായ ചികിത്സകളാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ചാനലിലുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുള്ളത്. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഓക്കെ, അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ബേബിക്ക് ഇടാനുള്ള നെയിം എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേബിക്ക് ഇടാനായിട്ട് ഒരു 2 നെയിം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് ബോയ്ക്ക് ഇടാൻ വരണം, ഗേളാണെങ്കിൽ ഗേളിന് ഇടാൻ വരണം എന്നുള്ള രീതിയിൽ 2 പേര് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴും ഞാൻ വിചാരിക്കും ഇങ്ങനെ, വീട്ടിലെല്ലാവരും ചോദിക്കും കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കും. അപ്പം ഞങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ റിവീൽ ചെയ്യാം. കാരണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കുറേ കമൻറ്റ്സ് അതിൻ്റെ പിന്നിൽ കേൾക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് എന്തായാലും ആ ഒരു ടൈം ആകുമ്പോൾ എന്തായാലും അപ്പോൾ പിന്നെ ആർക്കും ചിന്തിക്കാനോ ആലോചിക്കാനൊന്നും നേരില്ലല്ലോ. നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തു. അപ്പോൾ 2 പേരും അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2 പേര് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ പേരും എന്താ പറയുക, കുറേയൊക്കെ കേൾക്കുമ്പോൾ കേട്ടിട്ടുള്ള പേരുകൾ, അല്ലെങ്കിൽ അതിനോട് ഞങ്ങൾക്കൊരു റയറായിട്ടുള്ളൊരു പേര് വേണം, അല്ലെങ്കിൽ അധികം കേൾവിയില്ലാത്തൊരു പേര് വേണം, അങ്ങനെയൊക്കെയാണ് ചിന്തിച്ച് വെച്ചിരുന്നത്. അപ്പം അങ്ങനെ ഒരു ബോയുടെയും ഒരു ഗേളിൻ്റെയും പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ടൈം ആകുമ്പോൾ റിവീൽ ചെയ്യാം കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല, ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കിയിട്ടൊന്നുമില്ല. ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കാനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇല്ല. ഞാൻ എന്തായാലും 7th മന്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ബേസിക്കലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചേട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഇപ്പം ഉണ്ണിയുടെ ആയാലും ഇപ്പം എൻ്റെ ആയാലും ഒക്കെ ചെയ്യുമ്പോഴേക്ക് എപ്പോഴും ചേട്ടൻ്റെ സജഷനാണ്, ചേട്ടൻ വേണം അങ്ങനെയുള്ളൊരിതാണ്. പക്ഷേ ചേട്ടനാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും നിൽക്കാനും സമയമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. 2 ദിവസത്തേക്കൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഓടിപ്പോയി എല്ലാം മേടിക്കാനുള്ളൊരിതില്ല. ഇനിയിപ്പോൾ എന്തായാലും ലീവൊക്കെ ഓക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോയി പർച്ചേസ് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ബാക്കി ചെറിയ ചെറിയ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ എന്താ പറയുക, മുണ്ട് കീറിയിട്ട് സൈഡ് അടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ തുടങ്ങി. അതല്ലാതെ പർച്ചേസ് ചെയ്ത് വെക്കേണ്ട കുറച്ച് സാധനങ്ങളില്ല, അതൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യാം. അതിൻ്റെ വ്ളോഗ് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ വ്ളോഗ് ചെയ്യാം. ചാനലാണല്ലോ, എല്ലാ വ്ളോഗും ചെയ്യാം. അപ്പോൾ അങ്ങനെ. പിന്നെ ചോദിച്ചിരിക്കുന്നത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ക്യാരിങ് ആയപ്പോൾ തന്നെ നാട്ടിലേക്ക് വന്നില്ലേ. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഒരു ഞാനിങ്ങനെ വർക്ക്, അതായത് ജോബിന് ഞാൻ പോയിട്ട് പിന്നെ പോകാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനായിട്ട് തന്നെ എടുത്ത ഡിസിഷനാണ് പോകേണ്ടതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഓഫീസ് വർക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് സ്ട്രെയിൻ കുറേ നേരം ഇരിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ട് വരിക. പിന്നെ വന്നു കഴിഞ്ഞാലും ഞാൻ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണ്ട. അപ്പോൾ ഞാൻ തന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാണ് റിസൈൻ ചെയ്തിട്ട് ഞങ്ങളിവിടെ പോരാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ വന്നപ്പോൾ പിന്നെ ജോബോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം വീട്ടിൽ നമ്മൾ ഇത് നേരം നമ്മളെപ്പോഴും പുറത്ത് പോയി വർക്ക് ചെയ്ത് പിന്നെ ആ ഒരു ടൈമിൽ വന്ന ആൾക്കാർക്ക് പിന്നെ വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് മനസ്സിലാവില്ലേ. അപ്പോൾ അത് കാരണം എനിക്ക് വീട്ടിലിരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇരിക്കുക, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ബോറിങ്ങായി. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു എന്തെങ്കിലും ചെയ്യണം. കാരണം ഞാനിങ്ങനെ ആക്റ്റീവ് ആവാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ വേറൊരു ബേബി ഉണ്ടല്ലോ, അപ്പോൾ ബേബിക്കും അത് എഫക്റ്റ് ചെയ്യില്ലേ. അപ്പോൾ ഞാനെടുത്ത ഡിസിഷനാണ് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ. പിന്നെ ഇപ്പം ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇപ്പം എന്തായാലും പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കണ്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാനായിട്ട് കണ്ടൻറ്റിന് ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. എനിക്ക് ഓൾറെഡി പണ്ടൊരു കുക്കിങ്ങിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നതാണ്. അത് ഞാൻ എന്താ പറയുക കുറച്ച് നാൾ ചെയ്തു, പിന്നെ അത് അവിടെ ഇട്ടു, ചെയ്യാണ്ടായി, അങ്ങനെയൊക്കെ അത് പോയതാണ്. അത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി വന്നൊരു ചാനലായിരുന്നു. അതങ്ങനെ പോയി. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു തോട്ട് തോന്നിയപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ചേട്ടൻ സപ്പോർട്ടീവാണ്. അതെനിക്ക് ചെയ്യണമെങ്കിൽ ചെയ്തു, നിർത്തരുത് കേട്ടോ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പറ്റുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത്. ഇതാകുമ്പോൾ ഞാൻ എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കും. ഈ വീഡിയോ എടുക്കലും അല്ലെങ്കിൽ വീഡിയോയുടെ പുതിയ കണ്ടൻറ്റ് അന്വേഷിക്കലും. ഇപ്പോൾ ഇതിൽ ഞാൻ കുറേ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള റിസർച്ചും സ്റ്റഡിയും ഒക്കെ നടത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ കുറേ ഫുഡ് കഴിച്ച് കുറേ അവിടെ കിടന്ന് അങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് ബെറ്റർ. അപ്പോൾ ആർക്കും അങ്ങനെ ചാനൽ തുടങ്ങുന്നുണ്ട് അങ്ങനെ വിരോധമൊന്നുമില്ല. നീ തുടങ്ങിക്കോ, ചെയ്തോ എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചു, ഞാൻ പിന്നെ എന്തിനാ വെറുതെ ഇരിക്കണത്, ചെയ്യാം. അങ്ങനെയാണ് കേട്ടോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ. അപ്പോൾ പിന്നെ ഇതൊരു നന്നായി പോകാമെന്നുണ്ടെങ്കിൽ ഒരു ഇൻകം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെ അല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും ചെയ്യാം എന്നാലോചിച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ യൂട്യൂബ് ചാനൽ. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു 3-4 ചേച്ചിമാരെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഇപ്പോൾ എന്നെ ഗൈഡ് ചെയ്യണതൊക്കെ, ചാനലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അല്ലെങ്കിൽ എന്താ വീഡിയോ എങ്ങനെ ചെയ്യണം, എന്താ പുതിയ കണ്ടൻസ് എന്താ കൊണ്ടുവരേണ്ടതെന്നൊക്കെ എന്നെ ഗൈഡ് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരും കൂടെ ആയി. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ്സായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ.